സമീപകാലത്തെ ഏറ്റവും വലിയ ക്രൈസിസിനെ മോദി അഡ്മിനിസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം മോദിയുടെ രാജ്യരക്ഷാ ഫിഗറും മോദിയുടെ വിദേശത്തേക്ക് വളരുന്ന ഇന്ത്യയുടെ വൈഭവം ഇത് രണ്ടും പൊള്ളയായ സംഗതികളാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന സന്ദർഭത്തിൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എന്തുമാത്രം സംഗതികളാണെന്നറിയോ നിരന്തരമായി ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം മീമുകൾ പലതും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്ര നല്ല കാര്യമായിരിക്കില്ല ഉണ്ടാക്കുക, നല്ല ഗുണമായിരിക്കില്ല ഉണ്ടാക്കുന്ന അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരതൊക്കെ എടുത്തുകളയാൻ ശ്രമിക്കുകയാണ്. പണ്ട് 36 മണിക്കൂർ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ നമ്മുടെ ഭാഗം ശരിയാണോ ഇല്ലെന്ന് സ്ഥാപിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സമയമൊന്നും വേണ്ട. സർക്കാരാണ് ഡിസൈഡിങ് ഏജൻസി. പണ്ട് കോടതിക്കായിരുന്നു കുറച്ചൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സർക്കാർ പറയും എടുത്തു കളയാൻ പറഞ്ഞാൽ എടുത്തു കളയണം എന്നാണ് വ്യവസ്ഥ. മുൻപും ഇവിടെ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടുള്ള സംഗതികൾ ശരിയാണ്, സർക്കാരിനെതിരായിട്ടുള്ള സംഗതികൾ അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന സ്വതന്ത്രമായൊരു സംവിധാനം സത്യത്തിൽ ഇവിടെ ഇല്ല. മെറ്റ എന്ന് പറയുന്ന കമ്പനി ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ മോദി സർക്കാരുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. അവർ പറയുന്ന ആൾക്കാരെ നിയമിക്കുക, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക എന്ന പണി ഓൾറെഡി മെറ്റ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മെറ്റയിൽ ഇപ്പോൾ BJP നേതാക്കൾക്ക് വെറുപ്പ് പറയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. വാട്സാപ്പ് വഴി വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. ഇന്ത്യയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ ഒഴുകിപ്പരക്കുന്ന സ്ഥലം എന്ന് ലോകത്തെ എല്ലാ ഏജൻസികളും പറയുന്നു. ഓരോ വർഷവും പുറത്തു വരുന്ന NGO റിപ്പോർട്ട്സ് എല്ലാം പറയുന്നു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം നന്നാക്കി കളയാമെന്ന് മെറ്റയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ 3 മണിക്കൂർ സമയം സർക്കാർ കൊടുത്തിരിക്കുന്നു. ആ 3 മണിക്കൂർ കൊണ്ട് ഏതെങ്കിലും യോഗി ആദിത്യനാഥിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും BJPയുടെ വിഷ നേതാവിൻ്റെയോ ഹെയ്റ്റ് സ്പീച്ച് എടുത്ത് കളയണം എന്ന് സർക്കാർ ആവശ്യപ്പെടുമോ? ഇല്ലല്ലോ. ഗവൺമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സംഗതികൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി എടുത്തു കളയുക എന്ന ഉദ്ദേശത്തോടെ ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങേറ്റം അപകടകരമാണ്. കാരണം ചോദിച്ചാൽ ആരും ഇനി മിണ്ടാൻ തരാത്തില്ല. ഇപ്പം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു പേജ്, അത് 1-2 കണ്ടൻറ്റ് സർക്കാരിനെതിരെ വന്നുപോയി എന്നതിൽ ചിലപ്പോൾ ആ പേജ് മുഴുവൻ എടുത്ത് കളയും. ആ പേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആ പേജിൽ നിൽക്കുന്നത് അവരുടെ ബിസിനസ് സംരംഭമായിരിക്കാം, മാധ്യമ സംരംഭമായിരിക്കാം, റവന്യൂ ഉള്ള പ്ലാറ്റ്ഫോമായിരിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഗവൺമെൻറ്റിനെതിരായിട്ട് വല്ലതും പറഞ്ഞു പോയാൽ നമ്മുടെ പ്ലാറ്റ്ഫോം പോകും, നമ്മുടെ ഈ പേജ് പോകും, അക്കൗണ്ട് പോകുമെന്ന് ഭയപ്പാടിൽ ആൾക്കാരൊന്നും പറയാതിരിക്കും. സർക്കാരിനറിയാം ആ ഭയപ്പാടിന് ബഹുഭൂരിപക്ഷം ആൾക്കാരും വഴങ്ങുമെന്ന് സർക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും നിലയ്ക്ക് പോണോഗ്രഫി തടയാൻ, ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ പറഞ്ഞ പുതിയ കാര്യമാണോ? അല്ലല്ലോ. എക്സ് എന്ന് പറയുന്ന സംഗതി വിഷം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അത് എപ്പോഴും നിയന്ത്രിക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇതിപ്പോൾ ഒരു സവിശേഷമായ സന്ദർഭമാണ്. ഗവൺമെൻറ് ചില കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അതിനെ മറികടക്കാനാണ് അതിവേഗത്തിൽ ഇങ്ങനത്തെ ഈ വന്ദേ മാതരവും അല്ലെങ്കിൽ ഈ പറയുന്ന 3 മണിക്കൂർ നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ജനാധിപത്യ രാജ്യം നിലയ്ക്ക് നമുക്കുണ്ടായിരുന്ന നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ ആശയത്തെ എല്ലാ അർത്ഥത്തിലും അടിയിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം.